താരൻ ഒരുപാട് പേർക്ക് ഒരു പ്രശ്നം തന്നെയാ. ഇത് ആദ്യഘട്ടത്തിൽ ഇതൊരു രോഗാവസ്ഥയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയില്ല. നമ്മൾ ഈ കോമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെളുത്ത പൊടി പോലെ വരും. അത് പതുക്കെ പതുക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് മുടി കൊഴിച്ചിലുണ്ടാവും. അതിന്റെ കൂടെ പുരികത്തിലേക്കും ചെവിയിലേക്കും ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് ചെറുതായിട്ട് ചൊറിച്ചിലുണ്ടാവും. ഈ ഘട്ടത്തിലൊക്കെയാണ് പലരും പതുക്കെ ശ്രദ്ധിച്ചു തുടങ്ങുക. ഇതിന്റെ കൂടെ കലശലായിട്ടുള്ള മുടി കൊഴിച്ചിലും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബേജാറായി വറീഡായി ഇനിയിപ്പോ എന്താ ചെയ്യുക, എന്തുകൊണ്ടാണ്, ഒരുപാട് അന്വേഷണങ്ങളായി അല്ലേ. അപ്പോ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് ഇത്തരം ഒരു രോഗാവസ്ഥ ഇത് എന്തുകൊണ്ടാണ് സംജാതമാണെന്നും ഇത്തരം കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില സംഗതികൾ, ഭക്ഷണത്തിലും ജീവിത രീതികളിലും വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ, അതുപോലെ ഇന്നത്തെ വീഡിയോയില് 2 ഒറ്റമൂലി എന്ന് പറയാവുന്ന 2 ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്താം. ആ ഔഷധ സസ്യങ്ങളെ പറ്റി ചെറു വിവരണമാവാം, ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി വിവരിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആണത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഞാൻ ഡോക്ടർ സേവ്യർ. ഈ താരൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഇതൊരു ത്വക്ക് രോഗമാണ്, ചർമ്മരോഗമാണ്. അതായത് ഇപ്പൊ സോറിയാസിസ് പോലുള്ള രോഗാവസ്ഥ വരുന്നതിന് മുൻപ് പോലും ഈ താരണം, ഡാൻഡ്രഫ് കാണാം ആദ്യഘട്ടത്തില്. അതായത് ചൊറിയുമ്പോ ഇങ്ങനെ വെളുത്ത പൊടി പോലെ വരാം. അത് തലയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. കൈവിരലുകളിലോ കൈമുട്ടിലോ ഒക്കെ ചെറുതായിട്ട് ചൊറിച്ചിൽ തോന്നാം. ചൊറിയുമ്പോൾ വെളുത്ത പൊടി പോലെ വരാം. അതിനോടനുബന്ധിച്ച് തന്നെ തലയിലും ഇതുപോലെ താരൻ ഉണ്ടാകാം. ഇത് ഈ മുടി കൊഴിച്ചിലുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. മുടി കൊഴിച്ചിലില്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ഇത് വലിച്ചു നീട്ടും കൊണ്ടു നടക്കും. താരനുള്ള എല്ലാ കേസുകളും സോറിയാസിസ് ആയി മാറിക്കോളും നിർബന്ധമൊന്നുമില്ല കേട്ടോ. വളരെ അപൂർവമായിട്ട് മാത്രം സോറിയാസിസ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇതുപോലെ താരൻ പോലെ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് മാത്രം. നിങ്ങൾ മുടി കോമ്പ് ചെയ്യുമ്പോൾ, മുടി ചെയ്യുമ്പോ ഇങ്ങനെ വെളുത്ത പൊടി പോലെ ഷോൾഡറിലൊക്കെ വീഴുന്ന കാണാം. തലയിണയിലും ബെഡിലും ഒക്കെ വെളുത്ത പൊടി പോലെ കാണാം. അതിങ്ങനെ കൂടി വരുന്നുണ്ടാവും, ചൊറിച്ചിൽ കൂടി വരുന്നുണ്ടാവും. ഇത്തരം അവസ്ഥയിൽ നമുക്ക് മറ്റു രോഗാവസ്ഥകളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ആരംഭഘട്ടത്തിൽ ഇങ്ങനെ താരൻ മാത്രം ഉള്ളെങ്കിൽ അത് അത്ര കാര്യമാക്കേണ്ടതില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഗതിയായിരിക്കും. മറ്റുള്ളവരുടെ ടവലൊക്കെ, താരൻ കൂടുതലായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച ടവലൊക്കെ നമ്മൾ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പില്ലോയിലൂടെ ഒക്കെ പകരാം. അതിനൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാ. താരൻ പതിവായിട്ടുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളെങ്കിലും തലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എണ്ണ നിശ്ചയിച്ചിട്ട് അത് തേച്ചു കുളിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഇതൊരു ചർമ്മരോഗമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതൊരു ചർമ്മരോഗമായതുകൊണ്ട് ചർമ്മരോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതായ എല്ലാതരം സാഹചര്യങ്ങളും ഒഴിവാക്കണം. പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൈഡ് ഐറ്റംസ്, എണ്ണയിലിട്ട് വറുത്ത സംഗതികളും ജങ്ക് ഫുഡും, അതുപോലെ ശരീരത്തിൽ ഉൾപ്പുഴുക്കം ഉണ്ടാക്കുന്ന, വിദാഹം ഉണ്ടാക്കുന്ന, രക്തദൂഷ്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കോഴിമുട്ട, ബീഫ്, അച്ചാറ്, കട്ടത്തൈര്, എണ്ണപ്പലഹാരങ്ങൾ നമ്മൾ പറയാറില്ലേ. ചർമ്മരോഗങ്ങളെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചർമ്മരോഗങ്ങളെ പറ്റി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ ലാസ്റ്റ് ഇവിടെ സ്ക്രീനിൽ ഉണ്ടാവും, കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ ത്വക്ക് രോഗങ്ങൾ അതിപ്പോ താരനായാൽ പോലും നിങ്ങൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. എന്നിട്ട് കൂടുതലായിട്ട് കഴിക്കേണ്ടത് വെള്ളം ധാരാളം കുടിക്കണം. അതിന് സംശയമില്ല കേട്ടോ. മിനിമം 2 ലിറ്റർ വെള്ളം കുടിക്കുന്നത് ശീലാക്കുക. അതുപോലെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും, കടും പച്ച നിറത്തിലുള്ള ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ജലാംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള കുമ്പളങ്ങയും വെള്ളരിക്കയും കുക്കുംബറും തണ്ണിമത്തനും ഒക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം രോഗാവസ്ഥയിൽ ഒരു ഡ്രൈനെസ്, മൊത്തത്തില് ചിലർക്കൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ടാവാം. സ്കാൽപ്പൊക്കെ വളരെയധികം ഡ്രൈ ആയിട്ട്, തലയൊട്ടിയിലൊക്കെ ഡ്രൈനെസ് വളരെയധികം അനുഭവപ്പെടാം. പുരികത്തിലും ചെവിയിലും ഒക്കെ, ചെവിയുടെ പിന്നൊക്കെ വളരെയധികം ഡ്രൈനെസ് അനുഭവപ്പെടാം. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ താരന്റെ ചെറിയ ലക്ഷണങ്ങൾ കാണാം. കൺപീലികളില്, പുരികത്തില്, ഇതൊക്കെ താരം വർദ്ധിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ കണ്ടുവരുന്നതാണ്. അപ്പൊ ആ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കണ്ണ് ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടാം. തലയൊട്ടിയിൽ ഇങ്ങനെ സ്കാൽപ്പിൽ ഈ ചൊറിച്ചിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലേ ശരിയാവണ്ണം ഉറക്കം പോലും കിട്ടിയെന്ന് വരില്ല. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കാനും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി. അടുത്തതായിട്ട്, ഓൾറെഡി ഈ സ്കാൽപ്പിലൊക്കെ ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഒരുപാട് സിന്തറ്റിക് ആയിട്ടുള്ളത് സോപ്പും ഷാമ്പും അത്തരം സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഔഷധ താളികളോ ഹെർബൽ പൗഡറുകളോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടാവുന്ന സംഗതിയാണ് കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ പൊടിയൊക്കെ. ഇതൊക്കെ ഉപയോഗിച്ചാണ് പണ്ട് കാലങ്ങളിൽ ദേഹം കഴുകിയിരുന്നും തല കുളിച്ചിരുന്നും ഒക്കെ. നിങ്ങൾക്കും അത് ശീലാക്കാം. ഒരേ ഒരു സംഗതി ഉള്ളത്, അല്പസമയം കൂടുതലായിട്ട് ചെലവഴിക്കേണ്ടി വരും ഇത് കഴുകി കളയാനായിട്ട്. പക്ഷെ ചർമ്മത്തിനൊക്കെ ആ ഡ്രൈനെസ് ഇല്ലാതാക്കുന്നതിനും ആ നാച്ചുറൽ ആയിട്ടുള്ള ആ എണ്ണമയം നിലനിർത്തുന്നതിനും, എന്നാൽ ചർമ്മം വൃത്തിയാവുന്നതിനും സഹായകരവും ഈ ചെറുപയറോ കടലമാവോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താളിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത്. ചെമ്പരത്തിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നപ്പോ അതിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ചെമ്പരത്തിയില താളി ഉണ്ടാക്കി ഉപയോഗിച്ചാൽ അതിന്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും ഏതേത് രീതിയിൽ താളി ഉപയോഗിക്കണം എന്നൊക്കെ വിശദമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ആ വീഡിയോന്റെ ഒക്കെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കയറി കണ്ടിരിക്കണം. ഇതിന് വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അതായത് തൈര് കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം രോഗാവസ്ഥകളൊക്കെ വളരെയധികം പെട്ടെന്ന് പരക്കാനും പടരാനും തീവ്രതയിലേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൈര് തൊടാതിരിക്കുക, തൈര് ഒഴിവാക്കിക്കോ. അതായിരിക്കും നല്ലത്. ശിരസിലായാലും ദേഹത്തിലായാലും ഇത്തരം ഡ്രൈനെസ്സോ അതുപോലെ ഇതുപോലെ താരൻ പോലുള്ള പൊടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ ഔഷധങ്ങൾ വേണമെങ്കിൽ ഔഷധങ്ങൾ നിശ്ചയിക്കുക. അതല്ലെങ്കിൽ പുറമെ പെട്ടെന്നതിനും തലയിൽ തേച്ചു കുളിക്കുന്നതിനായിട്ടുള്ള ഒരു എണ്ണ നിശ്ചയിച്ച് അത് പതിവായിട്ട് തേച്ചു കുളിക്കുന്നത് ശീലാക്കുക. പിന്നെ മറ്റൊരു സംഗതി, സുഖവിരേചനം ഉണ്ടാവണം. നിത്യേന ശോധന ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കോൺസ്റ്റിപ്പേഷനും മലബന്ധം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ
ദഹനത്തിന് ശേഷം ഉണ്ടാകുന്ന ആ വേസ്റ്റ് ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാതെ അവിടെ കെട്ടിക്കിടക്കുന്നതിനിടയാക്കും. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത് മലത്തിലൂടെയും മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയാണ്. ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ അതിനായിട്ട് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കേണ്ടതാണ്. ഈ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ, ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടതുകൊണ്ടും വെള്ളം ധാരാളമായിട്ട് കുടിക്കുകയാണെങ്കിൽ താരൻ ഉണ്ടാവുക, അതല്ലെങ്കിൽ അത് അതിതീവ്രമായിട്ട് ഗുരുതരമായ അവസ്ഥയിൽ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാല് എല്ലാ താരനും സോറിയാസിസ് ആയിട്ട് മാറണമെന്നില്ല കേട്ടോ. ദയവ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പൊ ഇത്തരം കണ്ടീഷൻസിലൊക്കെ ഡ്രൈനെസ് ഉണ്ടാവും. ചർമ്മത്തിലായാലും തലയോട്ടിയിലായാലും ഡ്രൈനെസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിത്യേന തലയ്ക്കും ദേഹത്തും എണ്ണയിട്ട് കുളിക്കുന്നത് ശീലാക്കണം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പഴങ്ങളും പച്ചക്കറികളും ധാരാളം നാരുകൾ അടങ്ങിയ ഇത്തരം സംഗതികൾ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശോധന കൃത്യമാവുന്നതിന് സഹായകരമാവും. ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റ് പാർട്ട് ദഹിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് നിത്യേന ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ടെങ്കിൽ ഇത്തരം രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾക്ക് ശമനം ലഭിക്കാൻ ഇടയാക്കും. അതുകൊണ്ടും കൂടിയാണ് ഈ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കാനായിട്ടും നിർദ്ദേശിച്ചത്. ഇനി നമുക്ക് ഈ താരൻ പോലുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന 2 ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്താം. ആദ്യത്തേതാണ് ഉമ്മത്ത്. ഉമ്മത്തിന്റെ കായൊക്കെ വളരെ വിഷമുള്ള ഒരു ഔഷധ സസ്യമാണ്. പക്ഷെ ഇതിന്റെ ഇലയും പൂക്കളും വേരും ഒക്കെ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ദത്തൂരം എന്നാണ് സംസ്കൃത പേര്. ദുർദൂരപത്രാദി വെളിച്ചെണ്ണയും ദത്തൂരാദി വെളിച്ചെണ്ണയും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഈ ഉമ്മത്തിന്റെ ഇലയും പൂവും ഒക്കെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കാറുണ്ട്. അതുപോലെ ചില എണ്ണകളൊക്കെ കാച്ചുമ്പോൾ ഈ ഉമ്മത്തിന്റെ വേര് അരച്ച് കൽക്കനായിട്ട് ചേർക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഉമ്മത്തിന്റെ കായ തന്നെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കാറുണ്ട്. ഉമ്മത്ത് 2 തരത്തിലുണ്ട്. അതായത് വെളുത്ത പൂ ഉണ്ടാകുന്നുണ്ട്, വയലറ്റ് പൂ ഉണ്ടാകുന്നുണ്ട്. ആസ്മ പോലുള്ള രോഗാവസ്ഥകളിലൊക്കെ ഉമ്മത്തിന്റെ വെളുത്ത പൂക്കള് നിഴലിലിട്ട് ഉണക്കി പൊടിച്ച് അത് കത്തിച്ചു വലിക്കുന്ന പുക ധൂമപാനം ചെയ്യാന്ന് പറയും. അത് ആസ്മ പോലുള്ള രോഗാവസ്ഥകളിൽ പ്രയോഗിച്ചു വരാറുണ്ട്. ഉമ്മത്തിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്താണ് ദുർദൂരപത്രാദി വെളിച്ചെണ്ണയൊക്കെ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം ദത്തൂര സ്ട്രാമോണിയം എന്നാണ്. അതുപോലെ സൊളാനേസെ ഫാമിലിയിൽപ്പെട്ട ഔഷധമാണ് ഉമ്മത്ത് അഥവാ ദത്തൂരം. ഉമ്മത്തിന് തിക്ത കടു രസമാണ്, ഉഷ്ണവീര്യമാണ്, കടു വിഭാഗമാണ്. അതുപോലെ തന്നെ ലഘുരൂക്ഷ വികാഷി വ്യവായി ഗുണത്തോട് കൂടിയതാണ്. ഉമ്മത്തിന്റെ ഇലയിലും കായകളിലും ഒക്കെ ഒരു വിഷസ്വഭാവമുള്ള ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഉമ്മത്തിന്റെ ഔഷധയോഗമായിട്ടുള്ള ഭാഗം അതിന്റെ ഇലയും പൂവും കായും വേരും എല്ലാം ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. തലയോട്ടിയിൽ താരൻ വളരെയധികം കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ ഈ ഉമ്മത്തിന്റെ കായ പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തിട്ട് തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ കഴിയുമ്പോൾ കഴുകിക്കളയുന്നത് നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഉമ്മത്തിന്റെ കായ ഒരു വിഷസ്വഭാവമുള്ള ഔഷധ സസ്യമാണ്. ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം ഉപയോഗിക്കാനായിട്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. താരൻ ശമിക്കാനായിട്ട് ഒരു ഒറ്റമൂലി പോലെ 2 ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അടുത്തതാണ് ഓരിലത്താമര. ഓരിലത്താമര ഒരു താളി പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കണ്ണിന് കുളിർമയേകുന്നതിനും കണ്ണിന്റെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഉറക്കം കിട്ടുന്നതിനും മുടിവേരുകൾക്ക് ബലമുണ്ടാകുന്നതിനും മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും താരൻ പോലുള്ള രോഗാവസ്ഥകൾ ശമിക്കുന്നതിനും സഹായകരമാകുന്നതാണ്. ഓരിലത്താമരയുടെ രസഗുണ വിഭാഗങ്ങൾ തിക്ത കടു രസത്തോടു കൂടിയതാണ്, കടു വിഭാഗമാണ്, ലഘു സ്നിഗ്ധ ഗുണത്തോടു കൂടിയതാണ്, വീര്യം അനുഷ്ണമാണ്. അതായത് അധികം ഉഷ്ണവുമല്ല അധികം ശീതവുമല്ല. ഓരിലത്താമര നമുക്ക് സമൂലം അതിന്റെ വേരും പൂവും ഇലയും തണ്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. താരൻ ശമിക്കാനായിട്ട് ഓരിലത്താമര കടയോടെ പറിച്ചെടുത്ത് കഴുകി ചതച്ചെടുത്തിട്ട് താളി പോലെ തല കഴുകാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ രീതിയിൽ കണ്ണുകൾക്ക് കുളിർമ ഉണ്ടാകുന്നതിനും താരൻ ശമിക്കുന്നതിനും സഹായകരമാവും. ഇത്തരം പൊടിക്കൈകൾ കൊണ്ട് ശാശ്വതമായ പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ദേഹപ്രകൃതി രോഗാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടതായ ഭക്ഷണരീതികളും ജീവിത രീതികളും ചിട്ടപ്പെടുത്തുക. പുറമേക്ക് പുരട്ടുന്നതിനായിട്ട് ശീലിക്കുന്നതിനായിട്ടുള്ള എണ്ണകൾ നിശ്ചയിക്കുക. അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ ഉള്ളിലേക്കുള്ള ഔഷധങ്ങളും സേവിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇതൊരു ചർമ്മരോഗമാണ്. പഴകും തോറും കൂടുതൽ ഗുരുതരമാകാം, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചേക്കാം. ആയതിനാല് ഇത് വളരെ കാലം ഇങ്ങനെ പയ്യെ പരക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്, വേണ്ടതായ ശ്രദ്ധ ചെലുത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.